ഓക്കെ, സോ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹെമി സെക്ഷണൽ സ്പൈനൽ കോഡാണ്. സോ അഗെയിൻ ഐ ഹോപ്പ് ദറ്റ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലീഷൻസ് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോമാണ്. ഞാനൊരു ഷോർട്ട് എസ്സേ ആയിട്ടാണ് ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം ചോദിക്കുക. ഇതൊരു ചെറിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ട്രാക്സ്, അതായത് അസെൻഡിങ് ട്രാക്സ് ആയ ഡോർസൽ കോളം പാത്വേയും സ്പൈനോതലാമിക് ട്രാക്റ്റും ഡിസെൻഡിങ് ട്രാക്റ്റായ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും പഠിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, സോ ഇവിടേക്ക് നമുക്ക് കോസസ് ഓഫ് ദിസ് ഹെമി സെക്ഷൻ സ്പൈനൽ കോഡ് നോക്കാം. ഗൺ ഷോട്ട് ഇഞ്ചുറി, ആക്സിഡൻറ്റ്സ്, ട്യൂമേഴ്സ് സ്പൈനൽ കോഡൊക്കെയാണ്. ദെൻ ഈ ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ചേഞ്ചസ് സീൻ ഇൻ ദ ബോഡി ആഫ്റ്റർ ഹെമി സെക്ഷൻ സ്പൈനൽ കോഡാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ 3 ലെവൽസിലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റ് ദ ലെവൽ ഓഫ് ലീഷൻ, ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ ആൻഡ് എബവ് ദ ലെവൽ ഓഫ് ലീഷൻ. അങ്ങനെ 3 ലെവൽസിലാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ. ഓക്കെ, ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ ഏതൊക്കെ ട്രാക്സ് ആണ് എഫക്റ്റ് ആവുന്നതെന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ ട്രാക്സ് എഫക്റ്റ് ആവുന്ന രീതി അനുസരിച്ച് സെയിം സൈഡിൽ, ബോഡിയുടെ സെയിം സൈഡിൽ കാണുന്ന ചില ചേഞ്ചസ് ഉണ്ട്. ബോഡിയുടെ ദാറ്റ് ഇസ് ലീഷൻ്റെ സെയിം സൈഡിൽ കാണുന്ന ചില ചേഞ്ചസും ലീഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ലീഷൻസ് ചേഞ്ചസുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട ആദ്യം ഈ ഒരു ഡയഗ്രത്തിൽ ഞാൻ 4 ട്രാക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 2 അസെൻഡിങ് ട്രാക്സ്, സ്പൈനോതലാമിക് ട്രാക്റ്റും ഡോർസൽ കോളം പാത്വേയും അസെൻഡിങ് ട്രാക്സ് ആണ്. അതിൽ സ്പൈനോതലാമിക് ട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്താ, സ്പൈനൽ കോഡിൽ വെച്ച് തന്നെ ഈ ട്രാക്റ്റ് ക്രോസ് ചെയ്യും. സോ നിങ്ങൾ നോക്കിയേ, ഈ ലീഷൻ അല്ലെ, ഈ ലീഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ ലീഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഞാൻ റൈറ്റ് സൈഡായിട്ടും ഇത് ഞാൻ ലെഫ്റ്റ് സൈഡായിട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലാണ് ലീഷൻ വരുന്നത്. പക്ഷെ നമുക്കറിയാം ഈ സ്പൈനോതലാമിക് ട്രാക്റ്റ് ആക്ച്വലി അറൈസ് ചെയ്ത് എവിടുന്ന ലെഫ്റ്റ് സൈഡ് സ്പൈനൽ കോഡിൽ നിന്നല്ലേ. സോ അങ്ങനെ ആകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ലീഷനെങ്കിലും സ്പൈനോതലാമിക് ട്രാക്റ്റിൻ്റെ ഡെഫിഷ്യൻസി ഏത് സൈഡിലാണ് കാണാൻ പറ്റുക, ലെഫ്റ്റ് സൈഡിലാണ് കാണാൻ പറ്റുക അല്ലേ. സോ അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്റ്റ് കൺവേ ചെയ്യുന്ന സെൻസേഷൻസിനെ പറ്റിയൊക്കെ ഒന്ന് ഓർക്കുക. പെയിൻ, ടെമ്പറേച്ചർ, ക്രൂഡ് ടച്ച് ഒക്കെയാണ് കൺവേ ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഈ സെൻസേഷന് ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എവിടെയായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ലീഷനിലായിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ട്രാക്ക് നമുക്ക് നോക്കാം, ഡോർസൽ കോളം പാത്വേ. ഡോർസൽ കോളം പാത്വേ മെഡുല്ലയിൽ വെച്ചിട്ടാണ് ലീഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ന്യൂക്ലിയസ് ലെസ്റ്റിസ്, ന്യൂക്ലിയസ് മീറ്റസ് ഇതും കഴിഞ്ഞാണ് ഡോർസൽ കോളം പാത്വേ ക്രോസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായാലും ഇപ്പോൾ ലീഷൻ ഈസ് ബിലോ ദ ലെവൽ ഓഫ് ക്രോസിങ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ലീഷൻ വന്നാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് സെൻസറി ലോസ് വരിക. സോ ഡോർസൽ കോളം പാത്വേ ജനറലി ഫൈൻ ടച്ച്, പ്രോപ്രിയോസെപ്ഷൻ, സ്റ്റീരിയോഗ്നോസിസ് പോലുള്ള സെൻസേഷൻസ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഡോർസൽ കോളം പാത്വേയുടെ ഡെഫിനൻസ് നമുക്ക് ഏത് സൈഡിലാണ് കാണാൻ പറ്റുക, റൈറ്റ് സൈഡിലാണ്, ദാറ്റ് ഇസ് സെയിം സൈഡിലാണ് കാണാൻ പറ്റുക. സ്പൈനോതലാമിക് ഓപ്പോസിറ്റ് സൈഡിലാണ് കാണാൻ പറ്റുക. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഡിസെൻഡിങ് ട്രാക്സിലേക്ക് വരുമ്പോൾ മെയിൻലി ഇവിടെ നമുക്ക് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് 2 എണ്ണം ഉണ്ട് അല്ലെ, ആൻറ്റീരിയറും ഉണ്ട് ലാറ്ററലും ഉണ്ട്. ആൻറ്റീരിയർ ഡസൻ ക്രോസ് വേഴ്സ് ലാറ്ററൽ ക്രോസ് ചെയ്യും അല്ലെ. 80% ഫൈബേഴ്സും ലാറ്ററൽ ആയതുകൊണ്ട് നമുക്ക് പറയാം കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിൻ്റെ മെയിൻലി നമുക്ക് ലാറ്ററൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് വരുന്നു, വന്നിട്ട് കണ്ടോ ലാറ്ററൽ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്, ആൻറ്റീരിയർ താഴത്തേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് 2 ഫൈബേഴ്സ് കിട്ടി ഇവിടെ അല്ലേ. അപ്പുറത്തെ സൈഡ് അതായത് ലെഫ്റ്റ് നിന്നുള്ള ക്രോസ്ഡ് ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും കിട്ടി, റൈറ്റിൻ്റെ അൺക്രോസ്ഡ് ആൻറ്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റും കിട്ടി. അവരും താഴത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ക്രോസിങ് ഓൾറെഡി മെഡുലെ വെച്ച് കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞിട്ടാണ് ഇവർ വരണേ അല്ലേ. ക്രോസിങ് ഓൾറെഡി മെഡുലെ വെച്ച് കഴിഞ്ഞു. സോ സെയിം സൈഡിലാണ് നമുക്ക് മോട്ടോർ ഡെഫിഷ്യൻസിയും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സെയിം സൈഡിൽ കാണുന്ന കാര്യങ്ങൾ, സെയിം സൈഡിൽ ഓൾറെഡി കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് മിഡിലെ വെച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അവർ ഇൻട്രപ്റ്റ് ആവുന്നത് അല്ലേ, ഇൻട്രപ്റ്റ് ആവുന്നത്. സോ കണ്ടോ, ഈ ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് മിഡിലെ എല്ലാം ക്രോസ് ചെയ്ത് അവസാനം റൈറ്റ് സൈഡിലെ സ്പൈനൽ കോഡിനെ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. സോ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻട്രപ്ഷൻ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും സെയിം സൈഡിലാണ് മോട്ടോർ ഡെഫിഷ്യൻസി വരിക. സോ സെയിം സൈഡിൽ എക്സ്റ്റെൻസീവ് മോട്ടോർ ലോസ് ആണ് കാണുക, ബിക്കോസ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഇസ് ഇൻട്രപ്റ്റഡ് ഹിയർ. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
എന്താണ് നമുക്ക് കാണാൻ പറ്റുക, യൂമൻ ടൈപ്പ് ഓഫ് ലീഷനാണ് കാണാം. അപ്പം യൂമൻ ടൈപ്പ് ഓഫ് ലീഷൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൈപ്പർടോണിയ, ലോസ് സൂപ്പർഫിഷ്യൽ റിഫ്ലെക്സ്, എക്സാജറേറ്റഡ് ഡീപ്പ് റിഫ്ലെക്സ്, പോസിറ്റീവ് ബെബിൻസ്കി സൈൻ. ഓക്കെ, പിന്നെ സെൻസേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു, സെൻസറി ലോസിൻ്റെ സ്പൈറോതലാമിക് ട്രാക്റ്റിൻ്റെ ഡെഫിഷ്യൻസീസ് ഓപ്പോസിറ്റ് സൈഡിലാണ് കാണാൻ പറ്റുക, പക്ഷേ ഡോർസൽ കോളത്തിൻ്റെ സെയിം സൈഡിലാണ്. പിന്നെ വാസമോട്ടർ ടോൺ, ടെമ്പററി ലോസ് ഓഫ് വാസമോട്ടർ ടോൺ ഇസ് സീൻ ടു ഡാമേജ് ദ ഡിസെൻഡിങ് ഫൈബേഴ്സ് ഫ്രം ഇവിടെ ഇത് വാസമോട്ടർ ടോൺ ലോസ് ആവും ബിക്കോസ് ദർ ഇസ് വാസമോട്ടർ സെൻട്രൽ മെഡില്ല. അപ്പോൾ BP ഫോൾ കാണാൻ പറ്റും. ഇത്രയാണ് സെയിം സൈഡിൽ. അപ്പോൾ സെയിം സൈഡിൽ എന്തൊക്കെയാണ്, ഹ്യൂമൻ ടൈപ്പ് ഓഫ് സ്പാസ്റ്റിക് പാരാലിസിസ്, ലോസ് ഓഫ് സെൻസേഷൻ ക്യാരിഡ് ബൈ ഡോർസൽ കോളം, ടെമ്പററി ലോസ് ഓഫ് വാസമോട്ടർ ടോൺ, ഇത് മൂന്നുമാണ് കാണാൻ പറ്റുക. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞ എക്സ്റ്റെൻസീവ് സെൻസറി ലോസ് ആര് കാരണം, സ്പൈനോതലാമിക് ട്രാക്റ്റിൻ്റെ ഇൻട്രപ്ഷൻ കാരണം പെയിൻ, ടെമ്പറേച്ചർ, ക്രൂ ടച്ച്, ഈ മൂന്ന് സെൻസേഷൻസും കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും. That is all about lesions below the level, changes below the level of lesion. ഇനി അടുത്തത് അറ്റ് ദ ലെവൽ ഓഫ് lesion സെയിം സൈഡിലാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് കംപ്ലീറ്റ് ലോസ് ഓഫ് ഓൾ സെൻസേഷൻസ് ഡ്യൂ ടു ഡാമേജ് ടു പോസ്റ്റീരിയർ ഹോൺ സെൽ. ദെൻ കംപ്ലീറ്റ് ലോസ് ഓഫ് മോട്ടർ ലീഷൻ എലമെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ നേരെ നിങ്ങൾ ഹ്യൂമൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഫ്ലാസിക് പാരാലിസിസ്, ഹൈപ്പോട്ടോണിയ, ലോസ് ഓഫ് ഓൾ റീഫ്ലെക്സ് ആൻഡ് അട്രോഫി ഓഫ് മസിൽസ്. പിന്നെ വാസമോട്ടർ പാരാലിസിസ് അഗെയിൻസ്റ്റ് ഡ്യൂ ടു ഡാമേജ് ടു ലാറ്ററൽ ഹോൺസിൽസ്. ഓക്കെ, അത് ഓക്കെയാണ്. അതിൽ ഫിഷിൽ എന്തൊക്കെയാണ് കാണുന്നത്, കംപ്ലീറ്റ് ലോസ് ഓഫ് സെൻസേഷൻ ഡ്യൂ ടു ഡാമേജ് ടു പോസ്റ്റീരിയർ ഹോൺസിൽ, എലമെൻറ്റ് ടൈപ്പ് ഓഫ് ലീഷൻ, എലമെൻറ്റ് ലീഷൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, വാസമോട്ടർ പാരാലിസിസ് ഡ്യൂ ടു ഡാമേജ് ടു ലാറ്ററൽ ഹോൺസിൽ. ഇനി അടുത്തത് എബവ് ദ ലെവൽ ഓഫ് ലീഷൻ യു ക്യാൻ സീ എ ക്യൂട്ടേനിയസ് ഹൈപ്പറെസ്തീഷ്യ ബാൻഡ് ടു ഇറിറ്റേഷൻ ഓഫ് പോസ്റ്റീരിയർ നെർവ് റൂട്ട്സ്. ഇത്ര നിങ്ങൾ കണ്ടില്ലേ. ഇനി ഒരു ഡയഗ്രാം, ഇപ്പോൾ നിങ്ങൾ ബ്രൗൺ സിക്കറ്റ് സിൻഡ്രോം ചോദിക്കുമ്പോൾ ഒന്ന് ആ ട്രാക്സ് ഇൻട്രപ്റ്റ് ആവുന്ന ആ ഡയഗ്രാം നിങ്ങൾ വരച്ച് കാണിക്കണം. ആ ഡയഗ്രാം അതിന് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ വരച്ച് കാണിക്കേണ്ട ഡയഗ്രമാണ് ഇത്. ഓക്കെ, ഈ ഡയഗ്രാം കൂടെ വരച്ചാൽ ഈ ഡയഗ്രത്തിൽ എന്താണ് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു മനുഷ്യനെ വരയ്ക്കുക. ആദ്യം മനുഷ്യനെ വരച്ചിട്ട് ലീഷൻ നമ്മളൊരു സൈഡിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ലീഷൻ നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾക്കറിയാം അറ്റ് ദ ലെവൽ, ബിലോ ദ ലെവൽ, സെയിം. ഇപ്പോൾ അത് ബിലോ ദ ലെവൽ നോക്കാം. ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ എന്തായിരുന്നു, സെയിം സൈഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, എക്സ്റ്റെൻസീവ് മോട്ടർ ലോസ് ആൻഡ് സം സെൻസറി ലോസ് അല്ലേ. യു ക്യാൻ സീ ഹിയർ, കണ്ടോ, സ്പാസ്റ്റിക് പാരാലിസിസ്. സെയിം സൈഡിൽ എന്തൊക്കെയാൻ പറ്റുക, ഹ്യൂമൻ ടൈപ്പ് ഓഫ് ലീഷൻ, ലോസ് ഓഫ് വാസമോട്ടർ ടോൺ, ലോസ് ഓഫ് പോസ്റ്റീരിയർ കോളം സെൻസേഷൻസ്. ഓക്കെ, സെയിം സൈഡിൽ അത് കാണാൻ പറ്റി. ഓപ്പോസിറ്റ് സൈഡിൽ ദർ ഇസ് ലോസ് ഓഫ് പെയിൻ, ടെമ്പറേച്ചർ, ക്രൂ ടച്ച്. ഇങ്ങനെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് ചെയ്യുക. ഇനി എബവ് ദ ലെവൽ ലീഷൻ എന്തായാലും ടോട്ടൽ ലോസ് അല്ലേ, ടോട്ടൽ ലോസ് ഓഫ് ഓൾ സെൻസേഷൻസ് അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എലമെൻറ്റ് പാരാലിസിസ്, വാസമോട്ടർ പാരാലിസിസ്, ആ മൂന്ന് ഫീച്ചേഴ്സ് നിങ്ങൾ ഇവിടെ എഴുതി. പിന്നെ അറ്റ് ദ ലെവൽ ഓഫ് ലീഷനിൽ കണ്ടോ ഒരു എബവ് ദ ലെവൽ ഓഫ് ലീഷൻ യു ക്യാൻ സീ എ ബാൻഡ് ഓഫ് ഹൈപ്പറെസ്തീഷ്യ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ബിലോ ദ ലെവൽ, എബവ് ദ ലെവൽസ്, അറ്റ് ദ ലെവൽ, ഈ ഒരു ഡയഗ്രാം കൂടെ വരച്ച് വയ്ക്കുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബ്രൗൺ സിക്വേറ്റ് സിൻഡ്രോം. ഇനി അടുത്തത് കുറച്ച് വൺ വേർഡിനൊക്കെ ആയിട്ടാണ്. ദാറ്റ് ഈസ് അതർ ലീഷൻസ്. അതിൽ ഒന്നാണ് സിറിംഗോമൈലിയ. സിറിംഗോമൈലിയ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ കനാലിന് ചുറ്റും ഒരു ക്യാവിറ്റി ഉണ്ടാവുന്നതാണ് ഈ സിറിംഗോമൈലിയ എന്ന് പറയുന്നത്. സെൻട്രൽ കനാലിന് സ്പൈനൽ ഒരു ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്പൈനോതലാമിക് ട്രാക്ട് അഗൈൻ എഫക്റ്റ് ആവും. സോ ദീ സെൻസേഷൻസ്, പെയിൻ, ടെമ്പറേച്ചർ, ക്രൂ ടച്ച് ഇസ് എഫക്റ്റഡ്. പക്ഷേ പോസ്റ്റീരിയർ കോളം ഇൻടാക്റ്റ് ആണ്, റിസൾട്ടിങ് ഇൻ ഡിസോസിയേറ്റഡ് അനസ്തീഷ്യ. അതായത് പെയിൻ, ടെമ്പറേച്ചറും പോവും, പക്ഷേ ഫൈൻ ടച്ച് റീറ്റെയിൻഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസോസിയേറ്റഡ് അനസ്തീഷ്യ. പിന്നെ ടെബിസ് ഡോർസാലിസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂറോസിഫിലിസ്, അതൊക്കെ വൺ വേർഡ് ആയിട്ട് പറയാനാണ്. പിന്നെ സ്റ്റാമ്പിംഗ് ഗേറ്റ്, സ്റ്റാമ്പിംഗ് പോസ്റ്റീരിയർ കോളം ലീഷൻ വന്നതിന് പേഷ്യൻറ്റ് സ്റ്റാമ്പിംഗ് ഗേറ്റ് ആയിരിക്കും പേഷ്യൻറ്റ് കാണിക്കുക ഡ്യൂ ടു സെൻസറി ഇൻപുട്ട് കിട്ടാത്തതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രൗൺ സിക്വേറ്റ്സിന്, ബാക്കിയെല്ലാം ജസ്റ്റ് വൺ വേർഡിന് മാത്രം അറിഞ്ഞിരിക്കാനാണ്. ബ്രൗൺ സിക്വേറ്റ് സിൻഡ്രോം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ അപ്പോൾ അത് ഡയഗ്രാംസ് നിങ്ങൾ എന്തായാലും ബ്രൗൺ സിക്വേറ്റ് സിൻഡ്രോം ചോദിച്ചാൽ വരയ്ക്കണം കേട്ടോ. ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു.